കൊല്ലം ആയൂർ ഇളവക്കോട് ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. കൊല്ലം ആയൂർ ഇളവക്കോട് ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. കുട്ടികളടക്കം 10 പേർക്ക് പരിക്ക്. 6 പേരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിളക്കുടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് രോഗിയുമായി പോവുകയായിരുന്ന വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആംബുലൻസും കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട കാർ ആംബുലൻസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറയുന്നത്. ആരോഗ്യ എംസിച്ചിലോട്ട് ആംബുലൻസിൽ കയറ്റി വിട്ടു. ഞാനുൾപ്പെടെ 4 പേരുണ്ടായിരുന്നു വണ്ടിക്കകത്ത്. പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറും കുന്നിക്കോടാണ് സ്ഥലം. ആംബുലൻസ് ഇരുന്നൊരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. അവരെല്ലാം കയറ്റി വിട്ടു. കാറ് നേരെ നമ്മുടെ ഓപ്പോസിറ്റ് വന്നിരുന്ന കാറ് നേരെ നമ്മുടെ സൈഡിലോട്ട് വന്ന് വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയായിരുന്നു. ആംബുലൻസിൽ യാത്ര ചെയ്തു വന്ന രോഗി ഉൾപ്പെടെ 3 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആംബുലൻസ് ഡ്രൈവറായ കുന്നിക്കോട് സ്വദേശി ഈസയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാറിൽ ഉണ്ടായിരുന്ന കരുനാഗപ്പള്ളി തൊടിയൂർ മുഴക്കൊടി സ്വദേശി നവാസിന്റെ ഭാര്യ 40 വയസ്സുള്ള ജാസ്മിൻ, ഇവരുടെ മക്കളായ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഭായിസ്, +2 വിദ്യാർത്ഥി ഫാത്തിമ, ജാസ്മിന്റെ ജ്യേഷ്ഠത്തിയുടെ 2 മക്കളായ +2 വിദ്യാർത്ഥികൾ എന്നിവരാണ് കാറിൽ ഉണ്ടായിരുന്നത്. ഇവിടെ നടന്ന ആക്സിഡൻ്റാണ്. ഒരു ആക്സിഡൻറ്റ് നടന്ന 2 മിനിറ്റുകളിൽ ഞാൻ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന സമയത്ത് ആംബുലൻസിൽ ഉള്ള യാത്രക്കാരെ അവിടെ ഹോസ്പിറ്റലിലേക്ക് വിട്ടേക്കായിരുന്നു. പിന്നെ കാറിലുള്ളവരെ ഒരു 3 പേരെ മെഡിക്കലിലോട്ടും വിട്ട് ഡ്രൈവർ കുടുങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ ഡ്രൈവറെ ഫയർഫോഴ്സ് വന്ന് അവസാനം വെട്ടിപ്പൊളിച്ചിട്ടൊക്കെയാണ് ഡ്രൈവറെ എടുക്കാൻ കഴിഞ്ഞത്. ഡ്രൈവറുടെ നില കാലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കൈയും പ്രശ്നമാണ്. അതിൽ പിറകിലിരുന്ന, അതായത് കാറിലുണ്ടായിരുന്ന 2 പയ്യന്മാരും ഒരു ചെറുക്കന് അത്യാവശ്യം സീരിയസ് ആണ്. തലയിൽ ഇൻഷുറിയൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം പ്രശ്നങ്ങളാണ്. ബാക്കി ഈ കാറിൽ കുട്ടികളുണ്ടായിരുന്നു? കാറിൽ 2 പയ്യന്മാരായിരുന്നു. 2 പയ്യന്മാരും 2 സ്ത്രീകളും. പിന്നെ മൊത്തം 6 പേരായിരുന്നു എന്നാണ് പറയുന്നത്. 6 പേരുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴേക്കും 2 പേരെ അവർ ആംബുലൻസിലേക്ക് കൊണ്ടുപോയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 6 പേരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിനുള്ളിൽ അകപ്പെട്ടുപോയ ഡ്രൈവർ നവാസിനെ കടയ്ക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കടയ്ക്കൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘവും ചടയമംഗലം പോലീസും ചേർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയതിനു ശേഷം ഫയർഫോഴ്സ് റോഡ് വൃത്തിയാക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ചടയമംഗലം പോലീസ് നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് 20 വിഷൻ ന്യൂസ്.